യേശു അടുത്തത് കേട്ടാ. പര്യായം അറിയേണ്ടവ. എന്താണ് പര്യായം അറിയേണ്ടവ? വിണ്ണ്. തമിഴിൽ വിണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശം എന്നൊക്കെ പറയില്ലേ, ആകാശം. തമിഴിൽ എങ്ങനെയാടാ ആകാശം പറയാ? ആകാശം. അതുപോലെ ആകാശം, മനസ്സിലായ? പിന്നെ മാനം. തമിഴിലും വാനം പറയില്ലേ, അപ്പൊ വാനം. വാനം. പിന്നെന്താണ് അടുത്തത്? വല്ലി ട്ടാ. എന്താണ് വല്ലി? വല്ലി പറഞ്ഞ വളിയല്ലടാ, വള്ളി. വോളി എത്ര? ലത. കൊടി. നമ്മൾ ഇതിനൊക്കെ തമിഴിൽ കൊടി പറയില്ലേ, വള്ളിനെ കൊടി, ചെടി കൊടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൊടിയിട്ടാ. അടുത്തത് എന്താണ്? പൂവ്. പൂവ്. സുമം. കുസുമം. പുഷ്പം. എടാ പുഷ്പമല്ലടാ, പുഷ്പം. ഞാൻ എന്ത് തെറ്റി പറഞ്ഞാലും കേശുട്ടിനെ അതുപോലെ പഠിക്കില്ലേ? എങ്ങനെ പുഷ്പം എങ്ങനെ പറഞ്ഞത് നീ? പുഷ്പം. പുഷ്പം അല്ല, പുഷ്പം. എന്താണ്? പുഷ്പം. പുഷ്പം. ഇനി അടുത്തത് ഭംഗി. ഭംഗി. ഭംഗി പറഞ്ഞാൽ തമിഴിൽ എന്താ പറയാ? ഭംഗിങ്ങനെ അഴക് പറയില്ലേ, അഴക്. അഴക് രാജ. അതുപോലെ അഴക് മലയാളത്തിൽ എന്താ പറയാ? അഴക്. എങ്ങനെ? അഴക്. അഴക്. അടുത്തത് കാന്തി. കാന്തി. എന്താണ്? പിന്നെന്ത് പറയും? നല്ല ചന്തം ഉണ്ട് കേട്ടാ പറയില്ലേ, അപ്പൊ എങ്ങനെ പറയും? ചന്തം. എന്ത്? ഉറക്കെ പറയും ഒന്നും കൂടെ. ചന്തി അല്ലടാ, ചന്തം. ചന്തം. വൃത്തികെട്ടവൻ ഒക്കെ മോശമായിട്ട് പറയും. ഭംഗി. അഴക്. കാന്തി. ചന്തി. സോറി, ചന്തം. അടുത്തത് ദൈവം. ദൈവത്തിന് എന്താ പറയാ നമ്മള് തമിഴിൽ? എന്താ പറയാ? ഈശ്വരൻ. ഈശ്വരൻ അല്ല, ഈശ്വരൻ. സർവേശ്വരൻ. ഈശൻ. തമിഴിൽ ഈശൻ എന്ന് പറയില്ലേ? അപ്പൊ നിനക്ക് ഈസി അല്ലേ? തമിഴ് പോലെ തന്നെയല്ലേ? തമിഴിൽ ഈ പോലെ തന്നെയല്ലേ ഇതിൽ ഈ അല്ലേ? അപ്പൊ ഈശ്വരൻ. ഈശ്വരൻ. സർവേശൻ എഴുതാൻ കിട്ടുമല്ലോ, ഈശൻ. അടുത്തത് ഓപ്പോസിറ്റ് വേർഡ്, അതായത് ഓപ്പോസിറ്റ് വേർഡ് അല്ലേ, എതിർലിംഗം. എതിർലിംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോയ് പറഞ്ഞാൽ ഗേൾ എങ്ങനെ പറയും, അങ്ങനെ കേട്ടാ. അതാണ് എതിർലിംഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോ, നീ കൺഫ്യൂസ് ആവണ്ട. മീൻസ് അതായത് കൺഫ്യൂസ് ആവണ്ട നീ. എന്താണ് നോക്ക്, ക്വസ്റ്റ്യൻ നോക്കണ്ടോണി. എതിർലിംഗം. എതിർലിംഗം. അമ്മ. അപ്പം എന്ത് പറയും? അമ്മൻ്റെ പേരാരാണ്? അച്ഛൻ. അച്ഛൻ എഴുതാൻ കിട്ടില്ലേ? അടുത്തത് ദേവൻ. ഗുഡ് ബൈ. ഒരു മറ്റേ നോക്കട്ടെ കുട്ടി, അമ്മയുടെ കുട്ടി സുന്ദരിയാണത്. ഉത്തരം എഴുതുക. ഈ ക്വസ്റ്റ്യൻ ആൻസറിലാണ് ഉണ്ണിക്ക് മാർക്ക് പോണത്. അതിൽ നീ പെടും കേശു. പക്ഷെ എഴുതി 1 വേർഡ് ആൻസറാണ്. ശ്രദ്ധിച്ച് പഠിച്ച ഉണ്ണിക്ക് കിട്ടും. ഇപ്രാവശ്യം എന്തായാലും മലയാളത്തിൽ ഒരു ജയിക്കാനുള്ള മാർക്ക് വാങ്ങിയെടുക്കണം കേട്ടോ അമ്മൻ്റെ മുത്ത്. എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങാം. ഇപ്പം തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങണമെന്നൊന്നും പറയില്ല. അമ്മ BMW വാങ്ങി തരാം കേട്ടോ. ഇത് അമ്മൻ്റെ വാക്കാണ്. BMW മീൻസ് 1000 rupees BMW അമ്മ വാങ്ങി തരും ഉണ്ണിക്ക്. ആര് വാങ്ങി തരും? അമ്മ വാങ്ങി തരും. അപ്പം അടിച്ചിട്ട് പാസ് മാർക്ക് വാങ്ങിയാൽ മതി. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് കേശു. ഫുൾ മാർക്കാണ് വെക്ക്. അമ്മൻ്റെ കേശുവിനെ അമ്മ ഒവട്ടെ കൊണ്ട് ഇരുത്തു പറയും. പിന്നെ സീന് മാറും കണ്ണാ അമ്മൻ്റെ രാജ. അപ്പോൾ തുടങ്ങല്ലേ ക്വസ്റ്റ്യൻ ആൻസർ. ഉത്തരം എഴുതുക. വല്ലിയിൽ നിന്ന് എന്ത് പറന്നു പോകുന്നതായിട്ടാണ് ഉണ്ണി പറയുന്നത്? വല്ലിയിൽ നിന്ന് പൂക്കൾ.
എന്താണ് പൂക്കളുടെ മീനിങ് എന്താണ്? പൂക്കളിന് എന്തൊക്കെ പറയും? കുസുമം, സുമം, പുഷ്പം. നിനക്ക് ഓർമ്മയുണ്ടാവും ഇതൊക്കെ? പിന്നെ അറിയില്ല പറയാൻ പറ്റില്ല കേട്ടാ. പൂക്കൾ എന്താണ്? എന്ത് പറഞ്ഞു പോണ പോലെയാണ് ഉണ്ണി പറഞ്ഞത്? പൂക്കൾ. ക്വസ്റ്റ്യൻ നീ ശ്രദ്ധിക്കും. നിനക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ കിട്ടില്ല പറഞ്ഞിട്ട് മുഴുങ്ങിയും കൊണ്ടിരിക്കണ്ട, നോക്കിക്കോ. വല്ലി ഇങ്ങനെയൊക്കെ കണ്ടാൽ അറിയണില്ലേ? ഉണ്ണിക്ക് അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഉറങ്ങണ്ട. ഉണ്ണിക്ക് പറ്റിയ തെറ്റെന്താണ്? എന്താണ്? പൂമ്പാറ്റകളെ കണ്ടപ്പോൾ പൂക്കളാണെന്ന് പറഞ്ഞു. പൂമ്പാറ്റകളെ കണ്ടപ്പോൾ പൂക്കളാണെന്ന് പറഞ്ഞു. പൂമ്പാറ്റകളെ കണ്ടപ്പോൾ പൂക്കളാണെന്ന് പറഞ്ഞു. അടുത്തത് മൂന്നാമത്തെ കേട്ടാ. എന്തൊരു ഭംഗി, എന്തു കണ്ട് കുട്ടി ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നത്. ഇടാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആശ്ചര്യപ്പെടുന്നത്. എന്തൊരു ഭംഗി, എന്തു കണ്ടിട്ട് കുട്ടി ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നത്. എന്ത് കണ്ടിട്ടാണ്? പൂമ്പാറ്റകൾ ഒന്നിനുമേലൊന്നായി ആകാശത്തേക്ക് പറന്നു പോകുന്നത് കണ്ടിട്ട്. ഒന്നുകൂടെ റീഡ് ചെയ്. അമ്മയ്ക്കില്ലടാ ഇന്ന് ഭയങ്കര ടയേർഡ്. അമ്മ അവിടെ കൂടി എത്തിയറിയൊന്ന് കണ്ണ വയറ് വേദന എടുക്കണം. അപ്പം ഹലോ ഹായ് കുടുംബങ്ങളെ, കേശുവിനെ പഠിപ്പിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര ടയേർഡാണ്. അവിടേക്ക് ഓടി. എന്ത് ഗൈസ് വേണ്ടാട്ടാ കേശു. അപ്പോൾ ഇന്ന് ഫുള്ള് ഓട്ടത്തിലായിരുന്നു. ബാങ്കിൽ പോയി, പിന്നെ SMM സ്കൂളിൽ പോയി, പ്രിൻസിപ്പലിനെ കണ്ടു. അടുത്തത് എവിടെ പോയി? സെൻറ്റ് പോൾസ് സ്കൂളിൽ പോയി, പ്രിൻസിപ്പലിനെ കണ്ടു. പിന്നെ ഞങ്ങളുടെ ബുക്സ് ഒക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ വനിതാ സാഹിത്യ കൂട്ടായ്മൻ്റെ ബുക്കുണ്ട്. നിനക്ക് അതൊക്കെ കൊണ്ടുപോയിട്ട് കേശു അതൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്താണ് 2 പ്രിൻസിപ്പൽമാർക്കും കൊടുത്തു. അവർ നല്ല അഭിപ്രായമാണ് അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. ഇനി വായിച്ചിട്ട് കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ അറിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇഷ്ടം വിദ്യാരംഭ വനിതാ സാഹിത്യ കൂട്ടായ്മ ആലത്തൂർ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ വാർഷിക പതിപ്പൊക്കെ തട്ടിക്കൂട്ടി പെട്ടെന്നായിരുന്നു പ്രകാശനം ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ കുറച്ച് DTP മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടിപൊളിയായിട്ട് ഞങ്ങൾ ഫങ്ഷൻ കഴിച്ചു. വളരെ സന്തോഷം. കുറേ പേരിനെ പുതുതായിട്ട് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെയൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും പഴയ പോലെ ലോൺലി ആവുമോ അങ്ങനെ എന്നൊക്കെ. പക്ഷേ എനിക്ക് 13 വർഷം ഞാൻ കോയമ്പത്തൂർ ലൈഫിൽ നിന്ന് മിസ് ചെയ്തിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം തിരിച്ചു കിട്ടാൻ തുടങ്ങി. മീൻസ് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളായാലും ശരി, എൻ്റെ ലൈഫ് സ്റ്റൈൽസ് ആയാലും ശരി, ആ കേരള സ്റ്റൈലിലേക്ക് ഞാൻ പതുക്കെ തിരിച്ചു വന്നു. ഇതുവരെ തമിഴ് സ്റ്റൈലായിരുന്നു. അപ്പോൾ തമിഴും കേരള സ്റ്റൈലും കൂടെ മിക്സായിട്ടൊരു സ്റ്റൈലായി. അപ്പോൾ നാടനും അല്ല മോഡേണും അല്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. ഐ എൻജോയ് മൈ ലൈഫ്. ഓൾവേസ് ഹാപ്പി ലൈഫ്. പോസിറ്റീവ് ഗീതു. ദെൻ പോസിറ്റീവ് കേശു. അപ്പം നമ്മൾ കേശു എന്താണ് ഫസ്റ്റ് റാങ്ക് അല്ല, ജയിക്കേണ്ട മാർക്ക് വാങ്ങിയ കാരണം കുട്ടിക്ക് ബേസ് ഇല്ലല്ലോ. മലയാളം തമിഴല്ലേ പഠിച്ചത്, അപ്പം തീരെ ബേസ് ഇല്ല. പക്ഷേ ഒരുവിധം ഒപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം അവൻ പാസ് മാർക്കെങ്കിലും വാങ്ങി അവന് ഞാനൊരു BMW പ്ലേ കാർ വാങ്ങി കൊടുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുട്ടിക്കോളൂ. താങ്ക് യു.